ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ സ്റ്റൂ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു 2 മീഡിയം സവാള നന്നായി കട്ട് ചെയ്തെടുക്കുക. ചെറുതാക്കി നമുക്ക് ബിരിയാണിക്കൊക്കെ അരിയില്ലേ, അതുപോലെ ചെറുതാക്കി നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം പൊട്ടാറ്റോ, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് വേപ്പില, കറിവേപ്പില വേണം. പിന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ. പിന്നെ ഇതിലധികം മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വെറും ഗരം മസാലയും കുരുമുളകും മാത്രം നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഹോൾ ഗരം മസാലകൾ എടുത്തിട്ടുണ്ട്. ഞാൻ പ്രഷർ കുക്കറിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓയിൽ ആഡ് ചെയ്തിട്ട് ചൂടായ ശേഷം നമുക്ക് ആ ഹോൾ ഗരം മസാലകളൊന്ന് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഓണിയൻ ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കുരുമുളകും ഗരം മസാലയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോകണം. ആദ്യം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട, കാരണം നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട്. 2ാം പാലും എടുക്കണം. അതുപോലെ തന്നെ തേങ്ങയുടെ 1ാം പാലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ ചിക്കൻ. അതിന് മുന്നായിട്ട് കുക്കറിൽ വിസിൽ വെക്കുന്നതിന് മുന്നായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാലെടുക്കണം. ഞാനൊരു 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഞാനൊരു 1/4 കപ്പിന് താഴെ ഉള്ളൂ 1ാം പാലും പിന്നെ ഒരു 1/2 കപ്പ് 2ാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത് 2ാം പാലാണ്. കാരണം 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ പാകമാവുന്നത് വരെ. ഒരു 5-10 മിനിറ്റ് മതിയാവും കേട്ടോ. കാരണം നമ്മൾ കുക്കറിൽ അടിച്ചെടുത്തേക്കണ കാരണം പകുതി വേവ് ആയിട്ടുണ്ടോ ഓൾറെഡി നമ്മുടെ ചിക്കൻ. ആദ്യം 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല.
ഫ്ലെയിം നല്ല മീഡിയത്തിൽ വെച്ചിട്ട്, നല്ല മീഡിയം അല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റും ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു.